ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടിമുടി പെട്ടിരിക്കുകയാണ് CPM. പത്മകുമാറിനെ തള്ളാതെ CPM പാർട്ടി നിലപാട് വ്യക്തമാക്കി MV ഗോവിന്ദൻ. പക്ഷെ ചോദ്യങ്ങളാണെങ്കിൽ അവസാനിക്കുന്നേയില്ല. സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിയുടെ മാനനഷ്ട കേസിൽ രണ്ടാം തവണയും മറുപടി നൽകാതെ VD സതീശൻ ഒരു വശത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM ആരെയും സംരക്ഷിക്കില്ലെന്ന് MV ഗോവിന്ദൻ മറുവശത്ത്. പക്ഷെ ചോദ്യങ്ങൾ തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഡിസംബർ 3-നാണ് വിധി. ദേവസ്വം മന്ത്രിയുടെയും മുൻ ദേവസ്വം മന്ത്രിയുടെയും പങ്ക് അന്വേഷിക്കണം ഈ വിഷയത്തിൽ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ആവർത്തിച്ചു പറയുന്നത്. ഇതിനിടയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചുമതല ഏൽപ്പിച്ചവർ നീതി പുലർത്തിയില്ലെന്നും കുറ്റപത്രം സമർപ്പിച്ച ശേഷം ശക്തമായ നടപടിയെന്നും വ്യക്തമാക്കി സാക്ഷാൽ MV ഗോവിന്ദൻ സഖാവ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. വിശ്വസിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ല. സ്വർണ്ണക്കൊള്ളയിൽ CPM-ൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ നടപടി. വിശ്വസിച്ച് ചുമതല ഏൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ലെന്ന് ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. N വാസു ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ പത്മകുമാർ പാർട്ടി ചുമതല നൽകിയ ആളായിരുന്നു. അന്വേഷണം പൂർത്തിയാക്കിയ കുറ്റപത്രം സമർപ്പിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ A പത്മകുമാറിനെയും N വാസുവിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. നിലവിൽ 2 പേരും റിമാൻഡിലാണ്. അയ്യന്റെ ഒരു തരി പൊന്നുപോലും നഷ്ടമാകില്ലെന്നും സ്വർണ്ണക്കൊള്ളയിൽ CPM-ൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ള കേസ് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചതായി ചില പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയതായി സൂചനയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വീടുകളിലെത്തുമ്പോൾ ഇത് സംബന്ധിച്ച ചോദ്യം ഉയരുന്നുണ്ടെന്നും അവർ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വികസന പദ്ധതികൾ മുൻനിർത്തി പ്രചാരണം നടത്താനും സെക്രട്ടറി നിർദ്ദേശിച്ചു. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പടിയിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ് പത്മകുമാറിനെയും വാസുവിനെയും അറസ്റ്റ് ചെയ്തത്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മറ്റുള്ളവർ.